ഭ്രൂണഹത്യക്കെതിരെയും ഗർഭസ്ഥ ശിശുക്കളുടെ ജീവന്റെ സംരക്ഷണത്തിനായും നിലപാടെടുത്ത തമിഴ്നാട് സ്പീക്കർക്ക് പിന്തുണയുമായി രാജ്യത്തെ പ്രോ ലൈഫ് കൂട്ടായ്മകൾ. ഓഗസ്റ്റിൽ ചെന്നൈയിൽ നടന്ന 5ാമത് മാർച്ച് ഫോർ ലൈഫ് റാലിയിലായിരുന്നു തമിഴ്നാട് സ്പീക്കർ JDC പ്രഭാകർ തന്റെ പ്രോ ലൈഫ് നിലപാട് വ്യക്തമാക്കിയത്. ജീവൻ ആരംഭിക്കുന്നത് ഗർഭധാരണ നിമിഷം മുതലാണെന്ന ശാസ്ത്രീയമായ യാഥാർത്ഥ്യം പരസ്യമായി തുറന്നു പറഞ്ഞതിലാണ് തമിഴ്നാട് സ്പീക്കർക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത്. ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കപ്പെടുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയോ സർക്കാരോ ഇത് പരസ്യമായി ചർച്ച ചെയ്യാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന തമിഴ്നാട് സ്പീക്കർ JDC പ്രഭാകർ ഈ വിഷയത്തിൽ ഉറച്ച നിലപാടെടുത്തത്. സ്പീക്കർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ പ്രോ ലൈഫ് സംഘടനകൾ സ്പീക്കർക്ക് കത്തയച്ചു. തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള മതേതര സാമുദായിക വ്യത്യാസമില്ലാതെ പ്രോ ലൈഫ് അനുഭാവികൾ ഈ നിലപാടിന് പിന്നിലുണ്ടെന്നും നേരിടുന്ന വിമർശനങ്ങളിൽ ഭയപ്പെടാതെ മുന്നോട്ടു പോകണമെന്നും സത്യത്തോടും ധാർമ്മികതയോടും പ്രതിബദ്ധതയുള്ള മനസാക്ഷിയുള്ള ഭരണാധികാരികൾ ഇപ്പോഴും ഉണ്ടെന്നതിന്റെ തെളിവാണ് താങ്കളുടെ വാക്കുകളെന്നും താങ്കൾ തനിച്ചല്ല രാജ്യമൊട്ടുക്കുമുള്ള പ്രോ ലൈഫ് സമൂഹവും ഒപ്പമുണ്ടെന്നും കത്തിൽ പറയുന്നു. ആരോഗ്യ സംരക്ഷണത്തിന്റെയോ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയോ പേരിൽ ലളിതവൽക്കരിക്കപ്പെടുന്ന ഭ്രൂണഹത്യ എന്ന വിഷയത്തെ വീണ്ടും രാജ്യത്തിന്റെ പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് വലിയ ചുവടുവയ്പായി കത്തിൽ പരാമർശിക്കുന്നു. വർഷത്തിൽ 1.56 കോടി ഭ്രൂണഹത്യകൾ ഇന്ത്യയിൽ നടക്കുന്നുണ്ടെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗർഭപാത്രത്തിൽ ഇല്ലാതാക്കപ്പെട്ട തലമുറകൾക്ക് വേണ്ടിയെന്ന പേരിൽ സംഘടനകൾ ഒപ്പുശേഖരണവും നടത്തുന്നു. നാഷണൽ ഡെസ്ക്, ഷെഖൈന ന്യൂസ്.